ഗ്രേറ്റ് കേരള പൊളിറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചർച്ച ചെയ്യുന്നത് BJPയുടെ സംസ്ഥാന സംവിധാനത്തിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, PK കൃഷ്ണദാസ്, അതുപോലെ തന്നെ V മുരളീധരൻ, K സുരേന്ദ്രൻ, ഇത് കഴിഞ്ഞിട്ട് ആര് എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കേരള പൊളിറ്റിക്സിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കടന്നുവരവ്. അദ്ദേഹം ഏകദേശം 16,000 വോട്ടുകൾക്കാണ് ശശി തരൂരിനോട് അദ്ദേഹം തോറ്റത്. അതായത് രണ്ടാം സ്ഥാനത്ത്. അതായത് മുൻപ് രാജഗോപാൽ എത്ര വോട്ടിന് തോറ്റോ ഏകദേശം അത്രയും വോട്ടിന് മാത്രമാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ തോറ്റത്. പക്ഷേ കേരള BJPയുടെ നെടുംതൂണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സംസ്ഥാന ഘടകത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സംവിധാനത്തിൻ്റെ നെടുംതൂണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ BJPക്കുള്ള ഒരു 4 ജനറൽ സെക്രട്ടറിമാരാണ് ശക്തർ. അപ്പോൾ BJPയുടെ സംഘടനാ സംവിധാനത്തിലെ ഒരു ശക്തി എന്ന് പറയുന്നത് തന്നെ സംസ്ഥാന പ്രസിഡൻറ്റും അതുപോലെ തന്നെ 4 ജനറൽ സെക്രട്ടറിമാരാണ്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണയുള്ളതാണ് ഏത് സംവിധാനത്തിനാണ് കൂടുതൽ. അതായത് CPMനെ പറയുമ്പോഴത്തേക്ക് CPMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കാണ് പവർ കൂടുതൽ. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പിന്നെ അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കാണ് പവർ കൂടുതൽ. KPCC സംബന്ധിച്ചിടത്തോളം KPCC ഒരു ജംബോ കമ്മിറ്റിയാണ്. എങ്കിലും KPCCയുടെ പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിമാർ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് തന്നെയാണ് അവരുടെ ശക്തി. പക്ഷേ BJPയുടെ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു ശക്തി അല്ലെങ്കിൽ BJPയുടെ പില്ലർ എന്ന് പറയുന്നത് 4 ജനറൽ സെക്രട്ടറിമാരും പ്രസിഡൻറ്റും ആണ്. കാരണം മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ മീഡിയയിലേക്ക് ബ്രീഫിംഗ് ഒക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ മീഡിയയോട് സംസാരിക്കുന്നത്, സംസ്ഥാന ഘടകത്തിൻ്റെ തീരുമാനങ്ങൾ പുറത്ത് ജനങ്ങളിലേക്ക് പ്രവർത്തകരിലേക്ക് അറിയിക്കുന്നതെല്ലാം ഈ പറയുന്ന ജനറൽ സെക്രട്ടറിമാരാണ്. പക്ഷേ ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം, ഇപ്പം ചില ഓൺലൈൻ മീഡിയകളിലൊക്കെ പറയുന്നത് കേട്ടു, ശോഭാ സുരേന്ദ്രൻ ചികിത്സയിലായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ K സുരേന്ദ്രൻ ചികിത്സയിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്രസക്തരായ 2 ജനറൽ സെക്രട്ടറിമാരെ കുറിച്ചാണ് ഇന്ന് BJPയുടെ സംവിധാനത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം അപ്രസക്തരെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താ അങ്ങനെ അപ്രസക്തരെന്ന് നമ്മൾ ചിന്തിക്കും. കാരണം കഴിഞ്ഞ ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡൻ്റ് ആയതിനു ശേഷം ആദ്യത്തെ വളരെ കുറച്ച് നാൾ മാത്രമാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രനെയും MT രമേശിനെയൊക്കെ നമ്മൾ വളരെ കൂടുതലായിട്ട് നമ്മൾ കണ്ടെത്തി. അതിനുശേഷം വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ പൂർണ്ണമായും അപ്രസക്തരായി. ഒരുപക്ഷെ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് പല സംവിധാനങ്ങളും വന്നേക്കാം. അത് നമുക്കൊരു വിഷയമല്ല. BJPയുടെ അപ്രസക്തരായ 2 ജനറൽ സെക്രട്ടറിമാരെന്ന് പറയുന്നത് ഒന്ന് ശോഭാ സുരേന്ദ്രനും MT രമേശും തന്നെയാണ്. അതിൽ വേറെ സംശയമൊന്നുമില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം ശോഭാ സുരേന്ദ്രൻ കായംകുളം നിയോജക മണ്ഡലം ബേസ് ചെയ്ത് വർക്ക് ചെയ്യാണ്. പക്ഷേ ഇന്ന് ശോഭാ സുരേന്ദ്രനെ വലുതായിട്ട് നമുക്ക് മീഡിയകളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റേറ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാലും അല്ലെങ്കിൽ BJPയുടെ സ്റ്റേറ്റ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടാലും ശോഭാ സുരേന്ദ്രൻ പിക്ചറിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ പിക്ചറിലില്ല എന്ന് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചോദിക്കും. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ സ്റ്റേറ്റ് ഓഫീസിൽ ശോഭാ സുരേന്ദ്രന് MT രമേശിന് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരു ക്യാബിൻ പോലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം സ്റ്റേറ്റ് ഓഫീസ് ഇപ്പോൾ പൂർണ്ണ കൺട്രോളിലായിരിക്കുന്നത് S സുരേഷ് എന്ന് പറഞ്ഞ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കയ്യിലും അനൂപ് ആൻ്റണി എന്ന് പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കയ്യിലാണ്. കാരണം കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്ന ഇവർക്കാണ്. മീഡിയ അറ്റൻഷനിൽ കൂടുതൽ നിൽക്കുന്നത് ഇവരാണ്. സംസ്ഥാന ഓഫീസിൻ്റെ ഏകദേശം സംസ്ഥാന സംവിധാനത്തിൻ്റെ ഏകദേശം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവർ 2 പേരുമാണ് എന്നുള്ളതാണ്. അപ്പോൾ അപ്രസക്തരായി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ അതുപോലെ തന്നെ MT രമേശ് സംസ്ഥാന പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വന്ന 2 പേരുകളിൽ ഒന്നാണ്. സ്വാഭാവികമായിട്ടും തന്നെ എവിടെ കൊണ്ട് നിർത്തിയാലും അവിടെ വോട്ട് എന്ന് പറഞ്ഞാൽ BJPയുടെ സ്ട്രൈക്ക് റേറ്റ് എന്നൊരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് കൂട്ടാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ. സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രൻ മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ കായംകുളം എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കായംകുളം ബേസ് ചെയ്തിട്ടുള്ള വർക്കിൽ അത് ഘടകകക്ഷിയായ BDJSന് കൊടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ഒരു നീക്കുപോക്കാണെന്നേ
പറയാൻ സാധിക്കുകയുള്ളൂ. ശോഭാ സുരേന്ദ്രനെ ഒരുപക്ഷേ ഭാവി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എം എൽ എമാരിൽ ഒരാളാണ്, ബി ജെ പി എം എൽ എമാരിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. പൂർണ്ണമായിട്ടും എവിടെ നിർത്തിയാലും ബി ജെ പിക്ക് ഒരു എം എൽ എ സീറ്റ് ഉറപ്പാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ സുരേന്ദ്രൻ ഏത് മണ്ഡലമാണോ ഉദ്ദേശിച്ച് വർക്ക് ചെയ്യുന്നത്, ആ മണ്ഡലത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ മാറ്റാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അപ്രസക്തരായ 2 ജനറൽ സെക്രട്ടറിമാരെ നമുക്ക് ചരിത്രത്തിലാദ്യമായി ബി ജെ പിയുടെ 4 ജനറൽ സെക്രട്ടറിമാരിൽ 2 പേര് അപ്രസക്തരായി മാറുന്നതാണ് പുതിയൊരു ഭരണ പരിഷ്കാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രനും എം ടി രമേശും ഒന്നും ബി ജെ പിയുടെ സംവിധാനത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നുകൂടെ എല്ലാവരും ഓർത്താൽ കൊള്ളാം.